ടോക്കൺസിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 3 സ്പെസിഫിക്കേഷൻസ് ഉണ്ട്: സ്ട്രിങ്സ്, ലാംഗ്വേജ് ആൻഡ് റെഗുലർ എക്സ്പ്രഷൻ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ S5 പഠിച്ച ഫ്ലാറ്റിൻ്റെ ചെറുതായിട്ടുള്ള എന്താണ് പറയുന്നത്, ഒന്ന് തൊട്ടു പോകുന്ന ഒരു ഏരിയ ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഏരിയ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രിങ്സ് ആൻഡ് ലാംഗ്വേജസ് ആണ്. നമുക്കറിയാം സിമ്പിൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലേ. ആൽഫബറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിഗ്മ വെച്ച് റെപ്രസെൻറ്റ് ചെയ്താണ്. അപ്പോൾ അതിനെ A, B എന്നും പറഞ്ഞുകൊണ്ട് ഈ സിമ്പിൾസിൻ്റെ വേരിയസ് കോമ്പിനേഷൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസ് ഡ്രോൺ ഫ്രം ദി ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A, B പോലത്തേത്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ലാംഗ്വേജ് എന്ന് പറഞ്ഞ് വരുന്നത്, റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫ്ലാറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ്. പ്രീഫിക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പം ഇതാണ് എൻ്റെ സ്ട്രിങ് എസ് എന്ന് പറയുന്നത് ബനാന എന്നാണെന്നുണ്ടെങ്കിൽ പ്രീഫിക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിമൂവിങ് 0 ഓർ മോർ ട്രെയിലിംഗ് സിമ്പിൾസ്. ട്രെയിലിംഗ് സിമ്പിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സ്റ്റാർട്ടിംഗ് സിമ്പിൾ ഇരിക്കെ ഞാൻ എൻ്റെ ബാക്കിയുള്ള കുറച്ച് സിമ്പിൾസിനെ ഞാൻ റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ പ്രീഫിക്സ് ഓഫ് എസ് എന്ന് പറയും. ആൻഡ് ഇഫ് സഫിക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് ഡിലീറ്റിംഗ് 0 ഓർ മോർ ദെൻ ലീഡിങ് സിമ്പിൾസ് ഓഫ് എസ്. അതായത് എൻ്റെ ലീഡിങ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ സഫിക്സ് എന്ന് പറയും. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ബനാന എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ANA എന്ന് പറയുവാണെങ്കിൽ അതിനെ ഞാൻ സബ്സ്ട്രിങ് എന്ന് പറയും. സിമിലർലി പ്രോപ്പർ പ്രീഫിക്സ് സഫിക്സ് സബ്സ്ട്രിങ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 0 ഓർ മോർ ട്രെയിലിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 0 എന്നൊരു സംഭവം വരത്തില്ല. ഇപ്പം ഈ എസ് ഇസ് ഈക്വൽ ടു ബനാന എന്ന് പറയുന്നത് എൻ്റെ പ്രിഫിക്സ് ഓഫ് എസ് ആയിരിക്കും. എസ് ഇസ് ഈക്വൽ ടു ANA എന്ന് പറയുന്നതും എൻ്റെ പ്രിഫിക്സ് ആയിരിക്കും. ബട്ട് പ്രോപ്പർ പ്രിഫിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വാലിഡ് ആയിരിക്കില്ല. അതായത് 0 ഡിലീഷൻ പോസിബിൾ അല്ല. വി ഷുഡ് ഡിലീറ്റ് എനി വൺ ഓഫ് ദി സിമ്പിൾസ് ഐദർ ഫ്രം ദി സ്റ്റാർട്ടിംഗ് ഓർ ഫ്രം ദി എൻഡിങ് ടു മേക്ക് ഇറ്റ് എ പ്രോപ്പർ പ്രിഫിക്സ് ഓർ സഫിക്സ്. അതുപോലെ തന്നെ സബ് സീക്വൻസിനും അതുപോലെ തന്നെയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് വി ക്യാൻ ഡിലീറ്റ് എനി ഓഫ് ദി ആൽഫബറ്റ്സ് ഇൻ എനി ഓർഡർ. ഇപ്പോൾ ബനാന എന്ന് പറയുമല്ലോ, ബനാനയ്ക്ക് എനിക്കിപ്പോൾ ഈ ഒരു എന്നും റിമൂവ് ചെയ്യാം. എന്ന് പറയുന്നതും ഇറ്റ്സ് മൈ സബ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ പ്രീഫിക്സ് സഫിക്സ് സബ്സ്ട്രിങ്, പ്രോപ്പർ പ്രീഫിക്സ് സഫിക്സ് സബ്സ്ട്രിങ് ആൻഡ് സബ് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ലാംഗ്വേജസിലുള്ള ഓപ്പറേഷൻസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പം I have a language L, I have a language M, AA, BB, AB അല്ല ABBA എന്നുണ്ടെങ്കിൽ എൻ്റെ L യൂണിയൻ M എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെ ഒരു കൂട്ടിച്ചേരലാണ്. AA, BB, AB, BA. വാട്ട് ഇസ് കൺകാറ്റിനേഷൻ? L dot M, which means dot. AA dot AB. ഡോട്ട് എന്ന് പറയുമ്പോൾ ഡോട്ട് നമ്മൾ എഴുതത്തില്ല. ഇറ്റ് വിൽ ബി റിട്ടൺ as AAAB, BBAB, AABA, BBBA. ഓക്കെ, ക്ലീൻ ക്ലോഷർ നമുക്കറിയാം, നമ്മൾ സ്റ്റാർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നതാണ് അല്ലേ. അതിൻ്റെ 0യും അല്ലെങ്കിൽ എപ്സിലോണും അതിൽ കൂടുതലുമുള്ള കോമ്പിനേഷൻസിന് നമ്മൾ സ്റ്റാറും, പോസിറ്റീവ് ക്ലോഷറിൽ നമ്മൾ എപ്സിലോൺ വരുത്തുമില്ല. സോ ദാറ്റ്സ് ഓൾ ദി ബേസിക് ഫ്ലാറ്റ് കൺസെപ്റ്റ്സ്. റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി നമ്മളിവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, നമുക്ക് ഏതെങ്കിലും ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കിവിടെ ഒരു പാസ്കൽ ഐഡൻറ്റിഫയറിനെ ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. ഇറ്റ്സ് ബിഗിൻസ് വിത്ത് എ ലെറ്റർ. ഓക്കെ, ഇറ്റ് ബിഗിൻസ് വിത്ത് എ ലെറ്റർ ആൻഡ് ഇറ്റ് ക്യാൻ ഫോളോ ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ്സ്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് എങ്ങനെ വേണം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ ഒരു ബാർ എന്ന് പറയുന്നത് യൂണിയനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംഭവം ഇപ്പോൾ പാസ്കൽ ഐഡൻറ്റിഫയർ എങ്ങനെയാണ്, ലെറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ 0 ഓർ മോർ ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ്സ്. അപ്പം ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾക്ക് ലെറ്റർ വെച്ച് ബിഗിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇറ്റ് ക്യാൻ ഹാവ് ലെറ്റർ ഓർ ഡിജിറ്റ്, സ്റ്റാർ എന്തുകൊണ്ടാണ് 0 ഓർ മോർ. അപ്പം അങ്ങനെ റെഗുലർ എക്സ്പ്രഷൻ നമുക്കൊരു ടോക്കൺ എങ്ങനെ വാലിഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും.
ഇനി അടുത്തത് റെഗുലർ എക്സ്പ്രഷനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്. റെഗുലർ എക്സ്പ്രഷനെ നമ്മൾ എപ്സിലോൺ വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് എം ടി സ്ട്രിങ് ആണ്, അതിനകത്തൊന്നുമില്ല എന്നാണ്. ഇപ്പം എ വെച്ച് ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആൽഫബറ്റിൽ എ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇതൊക്കെ ഫ്ലാറ്റിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു സംഭവം ഡിഫറെൻ്റ് ആണ്. നമ്മൾ യൂണിയനെ ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഒരു ലൈൻ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് കൺകാറ്റിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇത് ക്ലീൻ ക്ലോഷറിനെയും, ഇത് ബേസിക്കലി ഇത് ലാംഗ്വേജ്, റെഗുലർ എക്സ്പ്രഷൻ ടു ഡിനോട്ട് എ ലാംഗ്വേജ് എന്നുള്ള രീതിക്കുമായിരിക്കും എഴുതുക നമ്മൾ. അതുപോലെ തന്നെ ലാംഗ്വേജ് വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ എ റെഗുലർ എക്സ്പ്രഷൻ ഇറ്റ്സ് സെറ്റ് ടു ബി എ റെഗുലർ സെറ്റ് ആൻഡ് അവരുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ ആൻ എക്സാമ്പിൾ ഓഫ് ദി റിക്കേഴ്സീവ് ഡെഫിനിഷൻ. ഇവരുടെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, കൺകാറ്റിനേഷൻ അസോസിയേറ്റീവും ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അതുപോലെ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് കൺകാറ്റിനേഷൻ ഐഡൻറ്റിറ്റി ആണ് ആൻഡ് ഇറ്റ് ഈസ് ദെയർ ഇൻ എ ക്ലോഷർ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർ ഇസ് ഐഡംപോട്ടൻറ്റ്. ഇതൊക്കെ അൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ആണിത്. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ജസ്റ്റ് മേ ബി സിൻസ് ഇറ്റ്സ് ഗിവൺ ഇൻ ഹിയർ ഐ എം ജസ്റ്റ് ടേക്കിംഗ് യു ത്രൂ ദ സെയിം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലർ ഡെഫിനിഷനാണ്. റെഗുലർ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേന് യൂഷ്വലി നമുക്ക് തരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ലൈക്ക് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാവ് ദീസ് മെനി സ്ട്രിങ്സ്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാവ് ദീസ് മെനി തിങ്സ് എന്നുള്ള രീതിക്ക്. സോ റെഗുലർ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ ഒരു ഐഡൻറ്റിഫയർ എഴുതുവാണ്ട് ലെറ്റർ ഓർ ഡിജിറ്റ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേനും വാട്ട് ഈസ് മൈ ലെറ്റർ അല്ലെങ്കിൽ വാട്ട് ഈസ് മൈ ഡിജിറ്റ്, ലൈക്ക് ദാറ്റ് I can define my letter and digit using this regular definition. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് എ ബി അപ് ടു ഇസഡ് ആവാം, അല്ലെങ്കിൽ എ ടു ഇസഡ് ആവാം, സ്മോൾ ലെറ്റർ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ. ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് 0, 1 അപ് ടു 9 വരെ എനിക്ക് വരാം. അപ്പം ഞാൻ കണ്ടോ എൻ്റെ ഐഡിയ എഴുതുമ്പോഴത്തേനും ഇതെങ്ങനെയാണ്, ലെറ്റർ ഓർ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ലെറ്റർ എന്നുള്ളത് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു, എന്താണ് ഡിജിറ്റ് എന്നുള്ളത് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. അതാണ് റെഗുലർ ഡെഫിനിഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഡെഫിനിഷൻ. അപ്പോൾ D1 എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഡെഫിനിഷനാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എൻ്റെ R1, എന്തൊക്കെയാണ് എൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എന്നുള്ളത് എനിക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നൊട്ടേഷണൽ ഷോർട്ട് ഹാൻഡ് ആണ് നോക്കാൻ പോകുന്നത്. പ്ലസ് എന്ന് പറയുന്നത് വി ആർ ഡിനോട്ടിങ് ടു 1 or more ഇൻസ്റ്റൻസ്. നമ്മൾ L ഓഫ് R പ്ലസ് എന്ന് നമ്മൾ എഴുതി. അതായത് പോസിറ്റീവ് ക്ലോഷറിൻ്റെ ഒരു ഡിഫറെൻ്റ് ഇതാണ്. അതായത് R ഇസ് ഇൻക്ലൂഡഡ്, അതുപോലെ തന്നെ മോർ ദാൻ 1 ഇൻസ്റ്റൻസ് ഓഫ് R, ഒന്ന് ഇൻക്ലൂഡഡ് ആണ്, മോർ ദാൻ 1നെയാണ് നമ്മൾ പ്ലസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്, ദിസ് ഇസ് എ ന്യൂ തിങ്. ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് ഡിനോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് 0 or 1 ഇൻസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ R ക്വസ്റ്റ്യൻ മാർക്കിനെ എനിക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ ഓർ R എന്നുള്ള രീതിക്ക് എഴുതാം. ദിസ് ഈസ് ഇൻഡിക്കേറ്റിംഗ് 0 ആൻഡ് ദിസ് ഈസ് ഇൻഡിക്കേറ്റിംഗ് 1 ഇൻസ്റ്റൻറ്റ്. പിടി കിട്ടിയോ? അതായത് 0യും 1ഉം അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു സംഭവം, 0 or 1 ഇൻസ്റ്റൻസ്. ഇനി അടുത്തത് ക്യാരക്ടർ ക്ലാസ്സസ്. നിങ്ങൾ വേറെ പലയിടത്തും ഈ ഒരു സംഭവം കാണും, ക്യാരക്ടർ ക്ലാസ്. ബേസിക്കലി ക്യാരക്ടർ ക്ലാസ്സസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബോക്സസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഞാൻ നേരത്തെ എഴുതിയിരുന്നു നമ്മൾ ഡിജിറ്റ് എഴുതിയത് എങ്ങനെയായിരുന്നു, 0, 1, 2 അപ് ടു 9 വരെ എഴുതി. ഇതിനെ എനിക്ക് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് എനിക്ക് എഴുതാൻ പറ്റും ക്യാരക്ടർ ക്ലാസ്സസ് യൂസ് ചെയ്ത്. ദാറ്റ് ഈസ് ഐ ക്യാൻ റൈറ്റ് ഡിജിറ്റ് ആസ് 0 to 9. ഇങ്ങനെയും എനിക്ക് ഡിജിറ്റിനെ എഴുതാൻ സാധിക്കും. സോ ഈ ഒരു സംഭവത്തിനാണ് ക്യാരക്ടർ ക്ലാസ് എന്ന് പറയുന്നത്. നോൺ റെഗുലർ സെറ്റ് എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നോൺ റെഗുലർ സെറ്റ് എന്ന് പറയുന്നത്.